ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദാ ഇന്നൊരു പണിയില്ല കേട്ടോ ഗൈസ്. പിന്നെ തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ബാക്കിയുള്ള ചോറ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേബേജ് തോരൻ, അതുപോലെ സാമ്പാറുണ്ട്, അതുപോലെ മീൻ ഒരയില പൊരിച്ചത്, അതുപോലെ ചിക്കൻ കറി രാവിലെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫുഡ് ഇതാണ്. മക്കൾക്ക് രാവിലെ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ബാക്കിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ജോലി അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് കുറച്ച് ചെടിമലൊക്കെ പാടുപെട്ട് അങ്ങനെ ഇതാക്കി. 2 തേങ്ങ അവിടെ ഉണ്ട്, അടുത്തുള്ള അയൽവാസി തന്നതാണ്. നമുക്ക് തേങ്ങ ഒന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതാ ഇന്ന് കിച്ചണിലോട്ടുള്ള അവസ്ഥയാണ് ഇതൊക്കെ. നമ്മൾ തുറക്കാനും വേണ്ടി അടിച്ച് വരിയിട്ടില്ല. സമയം 12 മണിയായി ഗൈസ്. എന്നും രാവിലെ എൻ്റെ ജോലിയൊക്കെ തീർന്നാണ്. അപ്പോൾ ഇന്ന് ചെടി ഞാൻ കാണിച്ചു പോകാം. ചെടി എവിടത്തോളം കാട്ടിച്ച് കൂട്ടിയിട്ട് കാണിച്ചു കേട്ടോ. നല്ല വെയിലുണ്ട്. ഇപ്പോൾ ചെടി ഞാൻ വെട്ടിയിട്ടൊരു ഭാഗമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് ഗൈസ് കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഇനി വെട്ടാനുള്ളതാണ്. ഇതുവരെ ഞാൻ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഒരു മോഡലാക്കിയപ്പോൾ ഇങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് തോന്നണം. ഞാൻ കാണിച്ചെടുത്ത് വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും മാറ്റം തോന്നണുണ്ടോ? ഇനി അതാ ഒരു 4-5 തൈ ഞാൻ അന്നത്തെ ഇതിൽ വീട് പാർത്ത സമയത്ത് കുഴിച്ചിട്ടതാണ്. അപ്പോൾ അന്ന് നമുക്കിത് അടുത്തടുത്ത് വെക്കണം എന്നുള്ളതൊന്നുമില്ല, എനിക്കറിയില്ല. അതിന് വിട്ട് വെക്കേണ്ടിയിരുന്നായിരുന്നു. പക്ഷെ ഞാൻ അടുത്തടുത്തായിപ്പോയി. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ അതേപോലെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും കമൻറ്റ് ചെയ്യട്ടോ. കുറേ ചെടി ഇവിടെ പറിച്ചിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ദിവസം. ഇങ്ങനെ തീർന്നു. പിന്നെ കുറച്ച് ഡ്രസ്സുണ്ട് അവിടെ അലക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് തുടക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഗൈസ്. അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, നമ്മൾ മണി പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഉപ്പും പാത്രമൊക്കെ തന്നെയാണ്. ഞാൻ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. ആദ്യ സമയത്ത് ഞാനിവിടെ കാണിച്ച സമയത്തൊക്കെ മഴയുള്ള സമയത്തൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. ഇപ്പോൾ അന്നൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും, കാരണം ഇവിടെ നല്ല ആയുള്ള സ്ഥലമാണെന്നൊക്കെ നമ്മളവിടെ അടുത്തുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ആയുണ്ടോയെന്ന്. കാരണം നമ്മളെ കുടുംബക്കാരൊക്കെ ചോദിക്കും. ഇവിടെ നിറച്ചും ആമ്പലായിരുന്നു. അതാ കുറച്ചൊക്കെ വിത്ത് അവിടെ കാണുന്നുണ്ട്. പശുവിനെ കെട്ടിയ ഭാഗത്തൊക്കെ കുട്ടികൾ മീൻ പിടിച്ച് ബക്കറ്റും പാത്രമൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിറയെ വെള്ളമായിരുന്നു. വെള്ളമൊക്കെ പറ്റി ഇവിടെയൊക്കെ നിറച്ചും ആമ്പലുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കാരണം എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ പോയാൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മളെ ഇത്തരത്തിലുള്ള നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. ഓക്കെ,